നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഭരണകൂടങ്ങൾ കോർപ്പറേറ്റ് ദാസന്മാരായി മാറിയെന്ന് SBTU ദേശീയ സെക്രട്ടറി നൌഷാദ് മംഗലശ്ശേരി. ജനങ്ങളെ ആദി പിടിപ്പിക്കുന്ന ഭരണമാണ് ഇവർ കാഴ്ചവെക്കുന്നതെന്നും നൌഷാദ്. ചൂഷകരില്ലാത്ത ലോകം, ചൂഷണമില്ലാത്ത തൊഴിലിടം എന്ന മുദ്രാവാക്യവുമായി SBTUവിന്റെ കലക്ടറേറ്റ് ധർണയിൽ. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിനിന്റെ നിർവഹണ സമിതി രൂപീകരണ യോഗം നടന്നു. ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്ത് മേയർ മുസ്ലിഹ് മഠത്തിൽ. ചർച്ചയിൽ പദ്ധതി വിശദീകരണവും ആശയ ക്രോഡീകരണവും. തലശ്ശേരിയിൽ വൻ കഞ്ചാവ് വേട്ട. പിടികൂടിയത് 1 കിലോയിലധികം വരുന്ന കഞ്ചാവ് പൊതികൾ. അയൽ സംസ്ഥാന യുവതി എക്സൈസ് കസ്റ്റഡിയിൽ. ഓണത്തോടനുബന്ധിച്ച് പരിശോധന കർശനം. വാർത്തകൾ വിശദമായി. കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങൾ കോർപ്പറേറ്റ് ദാസന്മാരായി മാറിയെന്നും ജനാധിപത്യമല്ല, ജനങ്ങളെ ആദി പിടിപ്പിക്കുന്ന പത്യമാണ് ഇവിടെ നടക്കുന്നതെന്നും SBTU ദേശീയ സെക്രട്ടറി നൌഷാദ് മംഗലശ്ശേരി. ചൂഷകരില്ലാത്ത ലോകം, ചൂഷണമില്ലാത്ത തൊഴിലിടം എന്ന മുദ്രാവാക്യവുമായി സോഷ്യൽ ഡെമോക്രാറ്റിക് ട്രേഡ് യൂണിയൻ സംഘടിപ്പിച്ച കലക്ടറേറ്റ് ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു നൌഷാദ്. അതുപോലെ തന്നെ എന്തിനേറെ പറയുന്നു, അവൻ കഴിക്കേണ്ട ഭക്ഷണവും വസ്ത്രവും വരെ തീരുമാനിക്കപ്പെട്ടിരുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ കുത്തുക ബൂർഷാസി സമൂഹമായിരുന്നു. അങ്ങനെ അതിൽ നിന്നും ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവകാശം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി കേരളത്തിലെയും ഇന്ത്യയിലുമല്ല, ലോകത്തിലെ തൊഴിലാളി സമൂഹത്തിന്റെ മനസ്സിലേക്ക് ഒരു പ്രതിരോധത്തിന്റെയും പ്രതിഷേധത്തിന്റെയും ഇടിമുഴക്കം സൃഷ്ടിക്കപ്പെട്ടു. അങ്ങനെ ലോക തൊഴിലാളികൾ എല്ലാം മറന്നുകൊണ്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, തൊഴിലാളികൾ അടിമകളല്ല, ഉടമകളാണ്, ഉടമകളാണ്, ഉടമകളാണെന്ന് പറഞ്ഞുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങി. ആ തെരുവിലെ പോരാട്ടം ചിക്കാഗോ ഉൾപ്പെടെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. വെറുതെയുള്ള ഒരു പോരാട്ടമായിരുന്നില്ല. ജീവൻ നൽകി, ജീവിതം നൽകി ആ പോരാട്ടത്തിലൂടെ നേടിയെടുത്തതാണ് ഇന്ന് തൊഴിലാളി സമൂഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന തൊഴിൽ അവകാശങ്ങൾ എന്ന് പറയുന്നത്. ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അലീസ് P അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി നവാസ് TK, ഹാഷിം മാട്ടൂൽ, മാത്യു തളിപ്രമ്പ്, റഫീഖ് മട്ടന്നൂർ, ഷഫീഖ് ഉനൈസ് കൂടാളി എന്നിവർ സംസാരിച്ചു. ചാല 12 കണ്ടി ഭാഗങ്ങളിൽ മിന്നൽ ചുഴലി. നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ഉച്ചയ്ക്ക് 12 മണിയോടെ ചുഴറ്റിയടിച്ച മിന്നൽ ചുഴലിയിൽ നിരവധി മരങ്ങൾ കടപുഴകിയിട്ടുണ്ട്. KSEBയുടെ നിരവധി പോസ്റ്റുകളും തകർന്നു. ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു ചാല 12 കണ്ടി ഭാഗങ്ങളിൽ മിന്നൽ ചുഴലി വീശിയടിച്ചത്. നിരവധി മരങ്ങളാണ് ചെറിയ സമയത്തിനുള്ളിൽ കടപുഴകി വീണത്. 12 കണ്ടിയുടെ 300 മീറ്ററിനുള്ളിലാണ് ഈയൊരു മിന്നൽ ചുഴലി വീശിയടിച്ചത്. സുനിൽ ഗുരുക്കളുടെ വീടിന് മുകളിൽ ജാതിമരം പൊട്ടിവീണാണ് അപകടം നടന്നത്. പത്മാലയ ഹാൻഡ്ലൂമിൻ കമ്പനിയുടെ ഓടുകൾ കാറ്റിൽ പറന്നുപോയിട്ടുണ്ട്. സമീപത്ത് നിർത്തിയിട്ട കാറിന് മുകളിലേക്കും മരം കടപുഴകി വീണു. നിരവധി ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്ന് പ്രദേശത്തെ വൈദ്യുതി ബന്ധം താറുമാറായി. എങ്കിലും KSEB അധികൃതർ ഉടനെത്തുകയും പല സ്ഥലങ്ങളിലും വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ തകർന്ന പോസ്റ്റുകളിൽ നിന്നും വൈദ്യുതി സ്ഥാപിക്കാനാവാത്ത സ്ഥലങ്ങളിൽ വരും ദിവസങ്ങളിലും പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കുകയും വൈദ്യുതി പുനഃസ്ഥാപിക്കുകയും ചെയ്യുമെന്ന് KSEB അധികൃതർ അറിയിച്ചു. ചെറിയ രീതിയിൽ മഴ തുടങ്ങിയതിനു ശേഷമായിരുന്നു ചാല ഭാഗങ്ങളിൽ മിന്നൽ ചുഴലി വീശിയടിച്ചത്. സിറ്റി ന്യൂസ്, കണ്ണൂർ. മാനസിക വെല്ലുവിളികളാൽ തെരുവിൽ ഒറ്റപ്പെട്ടുപോയ നിരാലംബരും നിരാശ്രയമായ മനുഷ്യരുടെ ആശ്രയ കേന്ദ്രമായ ഏഴിമല സ്നേഹക്കൂടിന്റെ 2ാം പിറന്നാൾ പരിപാടികൾ സ്നേഹക്കൂട് പരിസരത്ത് വെച്ച് നടന്നു. ശാരീരിക പരിമിതികളെ തങ്ങളുടെ ഇച്ഛാശക്തിയിൽ മറികടന്ന ലോകപ്രശസ്ത കലാപ്രതിഭകൾ രാഷ്ട്രപതിയുടെ മെഡൽ ജേതാവായ മൗത്ത് പെയിന്റർ സുനിത തൃപ്പാണിക്കരയും ഗസൽ ഗായകനും തബലവാദകനുമായ ആദർശ് കണിയാട്ട് പറമ്പിലും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. അപൂർവം മനുഷ്യർ മാത്രമേ ഉള്ളൂ നമ്മുടെ ലോകത്ത്. കുമാരനാശാന്റെ നളിനി അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ എന്ന വരിയും കുമാരനാശാന്റെ ഗുരുനാഥനായ ശ്രീനാരായണ ഗുരു അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം എന്നും എഴുതി വച്ചു. ഈ രണ്ടിനും അന്യനും അപരനും ഉണ്ട്. എന്നാൽ അന്യൻ, അപരൻ എന്നീ 2 അവസ്ഥകളെ പോലും ഇല്ലാതാക്കിയ വലിയൊരു മനോഭാവമാണ് പ്രിയപ്പെട്ട ജാക്സന്റെ. എല്ലാവരും ഒരു പക്ഷത്താവുകയും അതേഴ്സ് എന്ന് പറയുന്നത് ഇല്ലാതാവുകയും അന്യൻ, അപരൻ എന്ന
പ്രയോഗങ്ങൾ തന്നെ ഇല്ലാതാവുകയും എല്ലാവരും നമ്മളാവുകയും ചെയ്യുന്ന ഒരു വലിയ ഏറ്റവും മഹത്തായ ഒരു കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിക്കുകയാണ് ജാക്സൺ ചെയ്യുന്നത്. ജാക്സണും കുടുംബവും അവരുടെ ജീവിതം സ്നേഹം നിറഞ്ഞ ഒരു ലോകത്ത് ഒരു പറ്റം മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ അവരുടെ ജീവിതം മാറ്റിവെച്ചിരിക്കുന്നു. അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു. ഈ രണ്ടാം പിറന്നാളിനും ആശംസകൾ നേരുന്നു. നന്ദി. ആദർശിന്റെ ഗസൽ ഗാനങ്ങളുടെ ഈരടികൾ സ്നേഹക്കൂടിന്റെ പിറന്നാൾ സന്ധ്യയിൽ സംഗീതധാരയായി പെയ്തിറങ്ങിയപ്പോൾ ഇരു കരങ്ങൾക്കും ചലനശേഷിയില്ലാത്ത സുനിത ചുണ്ടുകളിൽ ബ്രഷ് ചേർത്ത് പിടിച്ച് വരയുടെ വർണ്ണ വിസ്മയം തീർത്തു. CPIM ഏഴിമല ബ്രാഞ്ച് സമ്മേളന അനുബന്ധ പരിപാടി എന്ന നിലയിൽ ഏഴിമല സ്നേഹക്കൂടും IMCP നാട്ടുമാവ് സംരക്ഷണ കൂട്ടായ്മയുടെ പ്രവർത്തകനായ ചന്ദ്രൻ കുറ്റിക്കോലും നേതൃത്വം നൽകുന്ന മാമ്പഴ മുതിരും തിരുമുറ്റം ക്യാമ്പയിന്റെ ഉദ്ഘാടനം CPIM കുന്നരു ലോക്കൽ കമ്മിറ്റി അംഗവും കേരള ബാലസാഹിത്യ അക്കാദമി അംഗവുമായ സുനിൽ കുന്നരു നിർവഹിച്ചു. പിറന്നാൾ ചടങ്ങിന്റെ ഭാഗമായി നടന്ന അനുമോദന പരിപാടി രാമന്തളി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുമതി CM, സജിനി ധനരാജ്, സുനിത എന്നിവർ ചേർന്ന് നിർവഹിച്ചു. സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് രാജു മാസ്റ്റർ, ഡോക്ടർ ചാൾസൺ ഏഴിമല, ഡോക്ടർ സുചിത്ര സുധീഷ്, ഡോക്ടർ അബ്ദുൽ ജബ്ബാർ, ഉസ്താദ് അബ്ദുൾ റഷീദ് സഖാഫി, ചന്ദ്രൻ കുറ്റിക്കോൽ, BIRK കണ്ണൂർ ജില്ലാ കമ്മിറ്റി, പ്രദീപ് രാമന്തളി, അരുൺ പെരിങ്ങോം, അജിത പ്രശാന്ത് തുടങ്ങിയവർ അനുമോദനം ഏറ്റുവാങ്ങി. പന്നേരി രമേശൻ, ഫാദർ ബിനോയ് തോമസ്, B പ്രമോദ്, ജിനിയ ജാക്സൺ, ചാൾസൺ ഏഴിമല, ജാക്സൺ ഏഴിമല തുടങ്ങിയവർ സംസാരിച്ചു. പിറന്നാളിന്റെ ഭാഗമായി BIRK കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്ക് സ്നേഹക്കൂടിന്റെ സ്നേഹോപഹാരമായി വീൽ ചെയർ കൈമാറി. പുറച്ചേരി ഗ്രാമീണ കലാവേദിയുടെ കാൽച്ചിലമ്പ് സംഗീത വിരുന്നിൽ അക്ഷരാർത്ഥത്തിൽ ശാരീരിക മാനസിക വെല്ലുവിളികളാൽ ഒറ്റപ്പെട്ടുപോയ മനുഷ്യർക്ക് സന്തോഷത്തിന്റെ നിമിഷങ്ങളായി. സ്നേഹക്കൂട്ടിലെയും പഴയങ്ങാടി നെരുവമ്പ്രം ഗാർഡിയൻ ഏഞ്ചൽസിലെയും കുടുംബാംഗങ്ങളും പങ്കാളികളായി. കേരള മെഡിക്കൽ ആൻഡ് സെയിൽസ് റെപ്രസെന്റേറ്റീവ് അസോസിയേഷൻ CITU 51 ജില്ലാ സമ്മേളനം സി കണ്ണൻ സ്മാരക ഹാളിൽ നടന്നു. V ശിവദാസൻ MP ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. 1000 കോടിയിലധികം രൂപയാണ് ഇലക്ട്രൽ ബോണ്ട് എന്ന പേരിൽ ഫാർമ കമ്പനികൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവനയായി നൽകിയിരിക്കുന്നു. നിങ്ങൾ രാവിലെ ജോലിക്ക് പോകുമ്പോൾ രാവിലെ മുതൽ മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനങ്ങൾ കോർപ്പറേറ്റുകൾ ഒരുക്കിയിട്ടുണ്ട്. എത്ര ആളുകളെയാണ് ഡോക്ടർമാരെയാണ് കണ്ടിട്ടുള്ളത്, എത്ര ഹോസ്പിറ്റലുകളാണ് നിങ്ങൾ സന്ദർശിച്ചിട്ടുള്ളത്, നിങ്ങളുടെ ജോലി എത്ര മണിക്കാണ് ആരംഭിച്ചത്, എത്ര കോളുകളാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുള്ളത്, നിങ്ങൾ ഓരോ ഡോക്ടറോടും എന്ത് സംസാരിക്കുന്നു, ഇതൊക്കെ മനസ്സിലാക്കാനുള്ള സാങ്കേതിക വിദ്യ ഇന്ന് കമ്പനികൾ ഡെവലപ്പ് ചെയ്യുകയും തൊഴിലാളികളെ പരമാവധി ചൂഷണം ചെയ്യുന്നതിനുള്ള ഒരു വഴിയായി അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യാം. ഈ രാജ്യത്തിലെ 10,000 വരുന്ന തൊഴിലാളികളുടെ ചോര ഊറ്റി കുടിച്ച പണം, ആ പണം 1000 കോടിയിലധികം അത് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇലക്ട്രൽ ബോണ്ടിലൂടെ സംഭാവനയായി നൽകിയത് നിങ്ങളുടെ ശ്രദ്ധയിലേക്കാണ്. കമ്പനികളുടെ പേരിലേക്ക് ഞാൻ കിടക്കുന്നു. 1000 കോടി രൂപ എന്ന് പറയുന്നത് നമുക്ക് ആ പണത്തിൻ്റെ വലിപ്പം ഞാൻ പറയുമ്പോൾ അത് ഇലക്ട്രൽ ബോണ്ടിലൂടെ മാത്രം കൊടുത്താണ് കൂടി ഓർമ്മിക്കുമ്പോഴാണ് അത് എത്രമേൽ ചെറിയ ഭാഗമാണ് ഇലക്ട്രൽ ബോണ്ടിലൂടെ വന്നിട്ടുള്ളത്, എത്രമാത്രം വലിയ ഭാഗമായിരിക്കും യഥാർത്ഥ സംഭാവന എന്ന് കാണാൻ കഴിയും. ഇന്ത്യയിൽ BJP എന്ന രാഷ്ട്രീയ പാർട്ടി ഈ കഴിഞ്ഞ ഒരു സാമ്പത്തിക വർഷം മാത്രം കണക്കിൽപ്പെട്ടതും പെടാത്തതുമായി 1,00,000 കോടിയിലധികം രൂപ സംഭാവനയായി വിവിധ കോർപ്പറേറ്റുകളിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ള പാർട്ടിയാണ് എന്ന് പലരും ഇതിനു മുമ്പേ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പ്രസിഡന്റ് മനോജ് മാണിക്കോത്ത് അധ്യക്ഷത വഹിച്ചു. KM സുരേന്ദ്രൻ, MM ഹനീഫ, CS ജയൻ, E സുർജിത് കുമാർ എന്നിവർ സംസാരിച്ചു. മരുന്നുകളുടെ GST കുറക്കുക, ഡോക്ടർമാരുടെയും ആശുപത്രികളുടെയും സുഗമമായ പ്രവർത്തനത്തിന് സുരക്ഷിതത്വം ഏർപ്പെടുത്തുക എന്നിവ സമ്മേളനം ആവശ്യപ്പെട്ടു. ഇനിയൊരു ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഭരണകൂടങ്ങൾ കോർപ്പറേറ്റ് ദാസന്മാരായി മാറിയെന്ന് SBTU ദേശീയ സെക്രട്ടറി നൌഷാദ് മംഗലശ്ശേരി. ജനങ്ങളെ ആദ്യ പിടിപ്പിക്കുന്ന ഭരണമാണ് ഇവർ കാഴ്ചവെക്കുന്നതെന്നും നൌഷാദ്. ചൂഷകരില്ലാത്ത ലോകം, ചൂഷണമില്ലാത്ത തൊഴിലിടം എന്ന മുദ്രാവാക്യവുമായി SBTUവിന്റെ കലക്ടറേറ്റ് ധർണയിൽ. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിനിന്റെ നിർവഹണ സമിതി രൂപീകരണ യോഗം നടന്നു. ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്ത് മേയർ മുസ്ലിഹ് മഠത്തിൽ. ചർച്ചയിൽ പദ്ധതി വിശദീകരണവും ആശയ ക്രോഡീകരണവും.
തലശ്ശേരിയിൽ വൻ കഞ്ചാവ് വേട്ട, പിടികൂടിയത് 1 കിലോയിലധികം വരുന്ന കഞ്ചാവ് പൊതികൾ. അയൽ സംസ്ഥാന യുവതി എക്സൈസ് കസ്റ്റഡിയിൽ. ഓണത്തോടനുബന്ധിച്ച് പരിശോധന കർശനം. പറഞ്ഞ തുക മുഴുവനുണ്ട്, വേണേ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. ഓണം വന്നേ, തിരുവോണം വന്നേ, പൂക്കൾ വിടർന്നേ, പൂമ്പാറ്റകൾ പറന്നേ, പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലിയേ. ഓണം വന്നേ, തിരുവോണം വന്നേ, സന്തോഷം വിരിഞ്ഞേ സന്തോഷം. ഓണം വന്നേ, തിരുവോണം വന്നേ, പൂക്കൾ വിടർന്നേ, പൂമ്പാറ്റകൾ പറന്നേ, പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലിയേ. സന്തോഷം വിരിഞ്ഞേ സന്തോഷം. ഓണം വന്നേ, തിരുവോണം വന്നേ, പൂക്കൾ വിടർന്നേ, പൂമ്പാറ്റകൾ പറന്നേ, പൂവേ പൊലി പൂവേ പൊലിയേ. ഓണമുണ്ടെങ്കിൽ സന്തോഷവുമുണ്ട്, ഓണമുണ്ടെങ്കിൽ ഓണക്കോടിയുമുണ്ട്. ലുലു സാരീസ്, കോടിയുടുത്ത് ഓണം. ലുലു സാരീസ്, കണ്ണൂർ, തലശ്ശേരി ആൻഡ് കുറ്റ്യാടി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. വാർത്തയിലേക്ക്.
കണ്ണൂർ ജില്ലയിലെ സഹകരണ വകുപ്പിൽ നിന്നും വിരമിച്ച ജീവനക്കാരുടെ കൂട്ടായ്മയായ സഹവാസിന്റെ നേതൃത്വത്തിൽ കുടുംബസംഗമം നടന്നു. ജവഹർ ലൈബ്രറി മിനി ഹാളിൽ നടന്ന കുടുംബസംഗമം എഴുത്തുകാരൻ വത്സൻ അഞ്ചാം പീടിക ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ ശക്തമായിട്ടൊന്ന് ആഗ്രഹിച്ചാൽ അത് നടപ്പിലാക്കാൻ ലോകം ഗൂഢാലോചന നടത്തും. അങ്ങനെ ഒരു വാക്ക് അത് മഹത്തായ ഒരു മഹത്വാക്യമായിട്ട് എല്ലാ ഇടത്തും ആകർഷിക്കപ്പെടുന്ന എല്ലാ രാജ്യങ്ങളും ഒരു വാചകമാണ്. അത് 100% ശരിയാണ് എന്ന് ബോധ്യമായത് ഞാൻ പോയപ്പോഴാണ് എനിക്ക് ബോധ്യമായത്. ഞാൻ എപ്പോഴൊക്കെയോ ആഗ്രഹിച്ച കാര്യങ്ങൾ അങ്ങ് നടക്കുകയാണ്, അത്ഭുതകരമായി നടക്കുകയാണ്. ഞാനൊന്നും ചെയ്തിട്ടില്ല, മറ്റുള്ളവർ അത് ചെയ്യാൻ വേണ്ടി പാശ്ചാത്യ സൗകര്യങ്ങൾ ഒരുക്കി അങ്ങനെ സംഭവിക്കും. അങ്ങനെയാണ് അമേരിക്കയിൽ പോകാനായിട്ട്. അമേരിക്കയിൽ 6 മാസം വരെയാണ് നമുക്ക് താമസിക്കാത്ത വിസ കിട്ടുക. ഞങ്ങൾക്ക് 10 വർഷത്തേക്കുള്ള വിസയാണ് അമേരിക്ക തരുന്നത്. ഒരു ഇന്ത്യൻ 10 വർഷത്തേക്കുള്ള ഒരു ആദ്യ വിസ. എൻ്റെ 6 മാസം മാത്രമേ താമസിക്കാൻ പാടുള്ളൂ. പിന്നെ നിങ്ങൾക്ക് താമസിക്കണമെങ്കിൽ ഇവിടേക്ക് തിരിച്ചു വരികയും വീണ്ടും പോവുകയും ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് 2 ലക്ഷം രൂപ തീരുമാനശാസ്ത്രം കൊടുക്കേണ്ടി. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ. പ്രസിഡന്റ് ടി വി കോമളവല്ലി അധ്യക്ഷത വഹിച്ചു. വി മോഹനൻ, VA രാജൻ, PP ഗോപാലകൃഷ്ണൻ, M രാമകൃഷ്ണൻ, സൂര്യപ്രഭ, A വനജം, P പുഷ്പലത, CV രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുടുംബാംഗങ്ങളുടെ കലാപരിപാടികളും നടന്നു. മാലിന്യമുക്ത നവകേരളം 2ാം ഘട്ട കർമ്മ പദ്ധതിയുടെ ഭാഗമായി നടത്തുന്ന ജനകീയ ക്യാമ്പയിനിന്റെ കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ നഗരസഭാതല നിർവഹണ സമിതി രൂപീകരണ യോഗം നടത്തി. കോർപ്പറേഷൻ കൗൺസിൽ ഹാളിൽ വെച്ച് നടന്ന യോഗം മേയർ മുസ്ലിഹ് മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു. CCTV ക്യാമറ നഗരത്തിന്റെയും പ്രത്യപ്രദേശങ്ങൾ പല ഭാഗത്തും സ്ഥാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ അത് എത്രത്തോളം പ്രായോഗികമായി നമുക്കിത് പറയാൻ സാധിക്കില്ല. കാരണം ഒരു സ്ഥലത്തിൽ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ അവിടെ മാലിന്യം വലിച്ചെറിയുന്നത് ഇല്ലാതായി എന്നുള്ളത് ശരിയാണ്. പക്ഷെ പിന്നീട് അത് മാറി മറ്റൊരു സ്ഥലത്തിലേക്ക് ലഭ്യത സ്ഥലത്തിലേക്ക് മാറിയിട്ടുണ്ട് എന്നതാണ്. പല ഭാഗത്ത് നോക്കിയാൽ അങ്ങനെയാണ്. ഒരു ഭാഗം ഒഴിവായി ശരി തന്നെയാണ്, പക്ഷെ മറ്റൊരു ഭാഗത്തേക്ക് അദ്ദേഹം മാറിപ്പോകുന്നുള്ളതാണ്. അപ്പോൾ ആളുകൾ ഞങ്ങൾ എന്തിനാണ് ക്യാമറ വെച്ചത് എന്നുള്ളത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് കൃത്യമായ ബോധവൽക്കരണമില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ആ ഏരിയ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ക്യാമറ വെച്ചത് കഴിയുമ്പോൾ മറ്റൊരു ഏരിയയിലേക്ക് മാലിന്യം വലിച്ചെറിയാനുള്ളത്. പ്രധാനമായും ഒരുപാട് ഡയപ്പറുകൾ ഇപ്പോൾ നമ്മൾ സിറ്റി ഭാഗത്ത് കണ്ടുവരുന്ന ഒരു വലിയ പ്രശ്നം എന്നാൽ ഡയപ്പറുകൾ വലിയ ചാക്കിലാക്കി ഉപയോഗിച്ച് പോകുന്ന ഒരു വിഷയമാണ്, ഒരു സംഭവം. ഒരുപാട് സ്ഥലങ്ങളിൽ അത് ആഴ്ചയിൽ 1-2 ദിവസം എനിക്ക് തോന്നുന്നു ആരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് വീടുകളിൽ നിന്നോ അല്ലെങ്കിൽ അവിടുന്ന് കളക്ട് ചെയ്ത് ഇതിങ്ങനെ സ്ഥിരമായിട്ട് അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ നിക്ഷേപിക്കുന്ന പരിപാടി ഉണ്ടെന്നു. അങ്ങനെ വലിയ പ്രയാസം ഉണ്ടാകുന്ന രീതിയിൽ ഈ ഇത്തരത്തിൽ ഡയപ്പർ വലിച്ചെറിയുന്ന സ്ഥിതി. ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് ഇന്ദിര P അധ്യക്ഷത വഹിച്ചു. മേയർ മുസ്ലിഹ് മഠത്തിൽ ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. നഗരസഭ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP രാജേഷ്, മരാമത്ത് കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീലത VK, നഗരാസൂത്രണ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിയ തങ്ങൾ, നികുതി അപ്പീൽ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷാഹിന മൊയ്തീൻ, വിദ്യാഭ്യാസ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു ഇളയാവൂർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കോർപ്പറേഷൻ അഡീഷണൽ സെക്രട്ടറി D ജയകുമാർ പദ്ധതി വിശദീകരിച്ചു. ചർച്ചയിൽ ഉയർന്നുവന്ന ആശയങ്ങൾ കോർപ്പറേഷൻ അഡീഷണൽ സെക്രട്ടറി D ജയകുമാർ, ക്ലീൻ സിറ്റി മാനേജർ ബൈജു PP എന്നിവർ അതിനെ ക്രോഡീകരിച്ച് സംസാരിക്കുകയും ചെയ്തു. കോർപ്പറേഷൻ കൗൺസിലേഴ്സ്, ആരോഗ്യ വിഭാഗം ജീവനക്കാർ, മറ്റു വിഭാഗം ജീവനക്കാർ, ഹരിതകർമ്മസേന, ശുചീകരണ തൊഴിലാളികൾ, KSW MP പ്രതിനിധികൾ, കുടുംബശ്രീ ഭാരവാഹികൾ, ഹരിത കേരള മിഷൻ പ്രതിനിധികൾ, ശുചിത്വ മിഷൻ പ്രതിനിധികൾ, പൊതുപ്രവർത്തകർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കുചേർന്നു. ക്ലീൻ സിറ്റി മാനേജർ ബൈജു PP നന്ദി രേഖപ്പെടുത്തി. കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡും ചക്കരക്കൽ പെയിൻ ആൻഡ് പാലിയേറ്റീവും ചേർന്ന് ഓണക്കിറ്റ് വിതരണം ചക്കരക്കൽ സഫ സെന്ററിൽ വെച്ച് നടത്തി. സഫ ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ അബ്ദുൾ ഗഫൂർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഒരു ദിവസം ഷാർപ്പായിട്ട് ഒരു സാധനം എടുത്തിട്ട് കണ്ണിൽ കുത്തിയിട്ട് കണ്ണ് ഡാമേജ് ആവുകയും പിന്നീട് പഴത്തിന് 2 കണ്ണിന് കാഴ്ച നഷ്ടപ്പെടുകയും അങ്ങനെ വീട്ടിലിരിക്കുന്ന അവസ്ഥയിൽ ആ വിദ്യാർത്ഥിയുടെ സ്വന്തം പരിശ്രമം ഉണ്ടാക്കിയ ലിപിയാണ് ബ്രെയിലി. നിങ്ങൾക്കറിയാം, വെറും 6 ഡോട്ട്സ്, 6 കുത്തുകൾ കൊണ്ടാണ് ഈ ലിപി അവർ കയറ്റിയിരുന്നത്. അത് 6 കുത്ത് കൊണ്ട് 63 അക്ഷരം ഉണ്ടാക്കിയിട്ട് അവരിപ്പോൾ എഴുതാനും ടൈപ്പ് ചെയ്യാനും വായിക്കാനും എല്ലാം അത് ഉപയോഗിക്കും. അത് കണ്ടുപിടിച്ചാൽ അന്ധനായ ഒരു വിദ്യാർത്ഥിയാണ്. മറ്റൊന്ന് നമ്മുടെ നാട്ടിൽ തന്നെ ഇന്ത്യയിൽ ആന്ധ്രാപ്രദേശിൽ ശ്രീകാന്ത് എന്ന് പറഞ്ഞൊരു വിദ്യാർത്ഥി, മിടുക്കനായ വിദ്യാർത്ഥി. അവൻ ജന്മനാ അന്ധനായിരുന്നു. അവൻ സ്കൂളിലും കോളേജിലൊക്കെ
നല്ല ഫസ്റ്റ് ക്ലാസ്സോട് പാസ്സായ വിദ്യാർത്ഥിയാണ്. പക്ഷേ അവൻ്റെ ഈ വൈകല്യം കാരണം അവന് യൂണിവേഴ്സിറ്റിയിൽ വിദഗ്ധ പഠനത്തിന് സമ്മതം കൊടുത്തില്ല. അവൻ സയൻസ് പഠിക്കണമെന്ന് ആഗ്രഹം, പക്ഷേ അവന് വൈകല്യത്തിന് സമ്മതം കൊടുത്തില്ല. അവൻ കോർട്ട് പോയിട്ട് ഓർഡർ വാങ്ങിയിട്ട് പഠിച്ചു. അവസാനം IIT-യിലേക്ക് അഡ്മിഷൻ കിട്ടിയ സമയത്ത് IIT ഇന്ത്യയിലെ IIT യൂണിവേഴ്സിറ്റിയിൽ അവന് പ്രവേശനം കൊടുത്തില്ല. അവന് വെറുതെ ഇരുന്നില്ല. അവൻ അമേരിക്കയിൽ പോയിട്ട് മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവിടുന്ന് IIT-യിൽ ഉന്നത വിദ്യാഭ്യാസം നേടി തിരിച്ച് അവിടെ ലക്ഷക്കണക്കിന് രൂപ ശമ്പളം ഓഫർ ചെയ്തിട്ട് അത് വാങ്ങാതെ തിരിച്ച് നാട്ടിൽ വന്നിട്ട് അവിടെ ഒരു ഫാക്ടറി തുടങ്ങിയിട്ടുണ്ട്, ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങി. ആ സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ട് ഇതുപോലെയുള്ള കുറേ ആൾക്കാർ വിദ്യാർത്ഥികൾ അവിടെ ട്രെയിൻ ചെയ്ത് അവിടുന്ന് ഒരുപാട് കാലം ജോലി കൊടുത്തിട്ട് ഇന്ന് 21 വയസ്സത്തിൽ അവൻ ഒരു ഓഡീഷനായി മാറുകയാണ്. ജന്മനായ വിദ്യാർത്ഥി. കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡ് കണ്ണൂർ താലൂക്ക് പ്രസിഡന്റ് ധന്യ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ എം മുഹമ്മദ് അലി ഓണക്കിറ്റ് വിതരണോദ്ഘാടനം ചെയ്തു. ഡോക്ടർ ജനാർദ്ദനൻ, ഡോക്ടർ CK സലീം, MM സാജിദ്, T പ്രശാന്ത്, സുധീഷ്, KK അയ്യൂബ്, KK സഖരിയ തുടങ്ങിയവർ സംസാരിച്ചു. KTDC ലൂംലാൻഡ് ഓണത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പായസം മേളയ്ക്ക് തുടക്കമായി. ആദ്യ വിൽപ്പന കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ കണ്ണൂർ നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് ട്രഷറർ നാരായണൻകുട്ടിക്ക് നൽകി ഉദ്ഘാടനം ചെയ്തു. രീതിയിലേക്ക് ആളുകൾ വന്നിട്ടുണ്ട്. അടുത്ത ദിവസം നമ്മുടെ കണ്ണൂർ നഗരവും സജീവമാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ജില്ലാ പഞ്ചായത്തിൽ വന്ന ഒരാൾ ചോദിച്ചൊരു കാര്യം, എല്ലാ വർഷവും ജില്ലാ പഞ്ചായത്തിന് താഴെ പായസം കിട്ടാറുണ്ടല്ലോ, ഇപ്രാവശ്യം പായസം ഇല്ലേ എന്നുള്ളതാണ്. ഇപ്പൊ KTDCയുടെ പായസം ആളുകൾ അവിടെ ഒരു ഔട്ട്ലെറ്റ് എപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട്, ആളുകൾ കാത്തിരിക്കുന്നുണ്ട്. അത് പരിപ്പ് സാധാരണ നമ്മുടെ ഈ മലബാറിൽ പ്രധാനമായിട്ട് ഈ പരിപ്പ് പ്രഥമനാണ് കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ചിലപ്പോൾ പാൽപ്പായസം കൂടി ഉണ്ടാവും. പക്ഷെ KTDCയുടെ പായസമേളയുടെ ഒരു പ്രത്യേകത വ്യത്യസ്തമായ ആലപ്പുഴ പാൽപ്പായസവും അതോടൊപ്പം തന്നെ പഴം പ്രഥമനും പാലട പ്രഥമനും അങ്ങനെ നിരവധിയായിട്ടുള്ള പായസമാണ് ഇവരിവിടെ വിതരണം ചെയ്യുന്നത്. ഏതായാലും അതിന്റെ ഒരു ക്വാളിറ്റിയെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല, കാരണം അത്രയേറെ മധുരവും രുചികരവും ഒരിക്കൽ കഴിച്ചാൽ അതിന്റെ രുചി കുറച്ച് മണിക്കൂറുകളോളം നിൽക്കും. അതാണ് KTDCയുടെ പായസത്തിന്റെ ഒരു പ്രത്യേകത. അതുകൊണ്ടാണ് ജനങ്ങളേറെ ഇഷ്ടപ്പെടുന്നത്. അതുപോലെ ഓണസദ്യ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ആളുകൾക്ക് നഗരത്തിലെത്തിയ നല്ല ഓണസദ്യ ഇവിടെ എത്തിയാൽ കഴിക്കാൻ വേണ്ടി സാധിക്കും. ഏതായാലും ഈ 2 പദ്ധതിയും ഏറ്റവും സന്തോഷകരമായി നടത്തട്ടെ. വൈവിധ്യമായ പായസങ്ങളുടെ കലവറയാണ് KTDC ഇത്തവണ ഒരുക്കിയത്. സെപ്റ്റംബർ 11 മുതൽ സെപ്റ്റംബർ 15 വരെ രാവിലെ 9 മണി മുതലാണ് പായസ വിൽപ്പന. ലിറ്ററിന് 400 രൂപയും അര ലിറ്ററിന് 200 രൂപയുമാണ് വില. പാലട പ്രഥമൻ, പരിപ്പ് പ്രഥമൻ, പഴം പ്രഥമൻ, ആലപ്പുഴ പാൽപ്പായസം എന്നിവയും കൂടാതെ KTDC ലൂംലാൻഡിന്റെ പ്രത്യേക പായസവും ഒരുക്കുന്നുണ്ട്. സെപ്റ്റംബർ 13, 14, 15 തീയതികളിൽ 25-ൽ പരം വിഭവങ്ങൾ അടങ്ങിയ ഓണസദ്യയും KTDCയിൽ ലഭിക്കും. ഓണസദ്യ ഇരുന്ന് കഴിക്കുന്നതിന് 400 രൂപയും പാർസലിന് 450 രൂപയുമാണ് വില. മുൻകൂട്ടി ബുക്കിംഗും ആരംഭിച്ചിട്ടുണ്ട്. കണ്ണൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളയാവൂർ, KTDCയുടെ ഡയറക്ടർ ബോർഡ് മെമ്പറായ ബാബു ഗോപിനാഥ്, OK വാസു മാസ്റ്റർ, ലൂംലാൻഡ് മാനേജർ സുർജിത് ഉണ്ണികൃഷ്ണൻ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. തലശ്ശേരിയിൽ വൻ കഞ്ചാവ് വേട്ട. 1.180 കിലോ കഞ്ചാവുമായി യുവതി കൂത്തുപറമ്പ് എക്സൈസിന്റെ പിടിയിൽ. ഓണം സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് ഡ്രൈവിന്റെ ഭാഗമായി കൂത്തുപറമ്പ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ വിജേഷ് AKയുടെ നേതൃത്വത്തിൽ തലശ്ശേരിയിൽ നടത്തിയ പരിശോധനയിലാണ് തലശ്ശേരി TC റോഡിനടുത്ത് കുടുംബസമേതം വാടകയ്ക്ക് താമസിക്കുന്ന പശ്ചിമബംഗാൾ സ്വദേശിനി ജോഹില ഖാട്ടൂർ അറസ്റ്റിലായത്. എക്സൈസ് കമ്മീഷണർ സ്ക്വാഡ് അംഗം സിവിൽ എക്സൈസ് ഓഫീസർ ഗണേഷ് ബാബു നൽകിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ ആണ് പ്രതി പിടിയിലായത്. തിങ്കളാഴ്ച രാത്രി നടത്തിയ പരിശോധനയിൽ തലശ്ശേരി TC റോഡിനടുത്ത് കുടുംബസമേതം വാടകയ്ക്ക് താമസിക്കുന്ന പശ്ചിമ ബംഗാൾ സ്വദേശിനി ജോഗില കാട്ടൂനെയാണ് എക്സൈസ് അറസ്റ്റ് ചെയ്തത്. കൊൽക്കത്തയിൽ നിന്നും കഞ്ചാവ് വാങ്ങി കേരളത്തിൽ കൊണ്ടുവന്ന് ചില്ലറ വിൽപ്പന നടത്തുന്നതാണ് ഇവരുടെ രീതി. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് പ്രമോദ്, പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡുമാരായ സതീഷ് വെള്ളുവക്കണ്ടി, പ്രജീഷ് കോട്ടായി, സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ സജീവ് KK, തലശ്ശേരി റേഞ്ചിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സുധീർ V, സിവിൽ എക്സൈസ് ഓഫീസർ പ്രസൂൺ, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഐശ്വര്യ P, ബീന M, സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ ബിനീഷ് എന്നിവരും റെയ്ഡിൽ പങ്കെടുത്തു. വീറും വാശിയും പകർന്ന കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കൊട്ടിക്കലാശത്തോടെ സമാപനം. ഇനി തെരഞ്ഞെടുപ്പ് ബുധനാഴ്ച. SN കോളേജിൽ നടന്ന കൊട്ടിക്കലാശത്തിന് മിഴിവേകാൻ തെയ്യവും ചെണ്ടമേളവും കൂടി ഉണ്ടായിരുന്നു. കൊട്ടിക്കലാശം ആവേശമാക്കാൻ SFI KSU മുൻ നേതാക്കളും ക്യാമ്പസുകളിൽ സജീവമായിരുന്നു.
അവസാന നിമിഷത്തിൽ കുട്ടികളെ അണിനിരത്താനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ഇരുവിഭാഗവും കയ്യും മെയ്യും മറന്ന് പ്രവർത്തിച്ചു. കുട്ടിക്കലാശം സമാധാനപൂർണ്ണമാക്കാൻ ഇരുവിഭാഗവും പ്രത്യേകം ശ്രദ്ധിച്ചു. കണ്ണൂർ SN കോളേജിൽ ചെണ്ടമേളം, ബാൻഡ് മേളം, തെയ്യം, തീതുപ്പൽ, കളരിപ്പയറ്റ് എന്നിവയുടെ അകമ്പടിയോടെയാണ് കുട്ടിക്കലാശം അവസാനിച്ചത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആശാ വർക്കേഴ്സ് യൂണിയൻ CITU എടക്കാട് അഞ്ചരക്കണ്ടി ഏരിയ കമ്മിറ്റികൾ സംയുക്തമായി ഇരുവേരി CHCയിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. CITU അഞ്ചരക്കണ്ടി ഏരിയ കമ്മിറ്റി അംഗം V. സുരേഷൻ ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാരായ രോഗികളെ ആയാലും അതുപോലെ തന്നെ സാധാരണ നാട്ടുമ്പുറത്തുകാരെ ആശുപത്രിയിൽ എത്തിക്കുക, അതിനുള്ള ബോധവൽക്കരണം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു പദ്ധതിക്ക് 2005 ഇന്ത്യ സർക്കാർ രൂപം നൽകിയത്. 2005 രൂപം നൽകിയെങ്കിൽ കേരളത്തിൽ നടപ്പിലാക്കിയത് 2010 ആ സ്കീം നടപ്പിലാക്കിയത്. ആശാ വർക്കർമാർ എന്ന് പറയുമ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വലിയ ശമ്പളത്തിലോ അല്ലെങ്കിൽ വലിയ ആനുകൂല്യത്തിലോ തൊഴിൽ ചെയ്യുന്ന ഒരു വിഭാഗമല്ല എന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഇപ്പം ഇവിടെ സൂചിപ്പിച്ചതുപോലെ 6500 7000 ഉറുപ്പിക നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവാം. ആ 7000 ഉറുപ്പിക കിട്ടണമെങ്കിൽ ഇന്ന മേഖലയിൽ ഇന്ന ജോലികൾ നിങ്ങൾ ചെയ്തു കൊള്ളണമെന്ന് പറയുന്ന നിബന്ധനകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമുക്ക് ഈ വേതനം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വളരെ തുച്ഛമായ എടുക്കുന്ന ജോലിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ തുച്ഛമായ വേതനത്തിന് ജോലി ചെയ്യുന്ന ഒരു വിഭാഗമായിട്ടാണ് ഇന്ത്യയിലും. കേരളത്തിൽ 6500 കിട്ടിയാൽ 7000 കിട്ടുന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ എടുത്തു വെച്ച് നോക്കുമ്പോൾ അത്രയേറെ ആശാ വർക്കർമാർക്ക് കിട്ടുന്നില്ല. ഇപ്പം കഴിഞ്ഞ 2013 ഒരു 1000 ഉറുപ്പികയുടെ വർധനവുണ്ടായെന്നാണ് തോന്നുന്നത്. ആ 2013 ഉണ്ടായ ഒരു 1000 ഉറുപ്പികയുടെ വർധനവ് കേരളത്തിൽ മാത്രം ഉണ്ടായതാണ്. എന്നാൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വർധനവോ ആനുകൂല്യങ്ങളോ ഇല്ലാതെ ഇതേപോലുള്ള പ്രവൃത്തി നടത്തുന്ന ആശാ വർക്കർമാരുടെ ജോലി ചെയ്യുന്ന സർക്കാർ നിഷ്കർഷിക്കുന്ന ഉത്സവ ബത്ത 5000 രൂപ അനുവദിക്കുക, പെൻഷൻ പ്രായം 65 വയസ്സും പിരിയുമ്പോൾ 5 ലക്ഷം രൂപയും പെൻഷൻ 5000 രൂപയും ഓണറേറിയം 15000 രൂപയും അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. ആശാ വർക്കേഴ്സ് യൂണിയൻ ജോയിന്റ് സെക്രട്ടറി VV ദീപ അധ്യക്ഷത വഹിച്ചു. ആശാ വർക്കേഴ്സ് യൂണിയൻ അഞ്ചരക്കണ്ടി ഏരിയ സെക്രട്ടറി C. സബിത സ്വാഗതം പറഞ്ഞു. K. ശാന്ത, VV ശ്രീജ എന്നിവർ സംസാരിച്ചു. ഇനി സ്വർണം വെള്ളി നിരക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 6680 രൂപ, പവന് 53440 രൂപ, വെള്ളി 89 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഭരണകൂടങ്ങൾ കോർപ്പറേറ്റ് ദാസന്മാരായി മാറിയെന്ന് SBTU ദേശീയ സെക്രട്ടറി നൌഷാദ് മംഗലശ്ശേരി. ജനങ്ങളെ ആദിപിടിപ്പിക്കുന്ന ഭരണമാണ് ഇവർ കാഴ്ചവെക്കുന്നതെന്നും നൌഷാദ്. ചൂഷകരില്ലാത്ത ലോകം, ചൂഷണമില്ലാത്ത തൊഴിലിടം എന്ന മുദ്രാവാക്യവുമായി SBTUവിന്റെ കലക്ടറേറ്റ് ധർണയിൽ. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിനിന്റെ നിർവഹണ സമിതി രൂപീകരണ യോഗം നടന്നു. ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്ത് മേയർ മുസ്ലിഹ് മഠത്തിൽ. ചർച്ചയിൽ പദ്ധതി വിശദീകരണവും ആശയ ക്രോഡീകരണവും. തലശ്ശേരിയിൽ വൻ കഞ്ചാവ് വേട്ട. പിടികൂടിയത് 1 കിലോയിലധികം വരുന്ന കഞ്ചാവ് പൊതികൾ. അയൽ സംസ്ഥാന യുവതി എക്സൈസ് കസ്റ്റഡിയിൽ. ഓണത്തോടനുബന്ധിച്ച് പരിശോധന കർശനം. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.